ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ +2 ചാപ്റ്ററിലെ ഫൈനൽ ടോപ്പിക് ആയിട്ടുള്ള പോളറൈസേഷൻ എന്ന് പറഞ്ഞതിലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിൽ ഇനീഷ്യൽ ആയിട്ടുള്ള സെഷൻസിലെല്ലാം എന്താണ് നമ്മൾ ഹൈഗൻസ് പ്രിൻസിപ്പിൾ, നമ്മൾ വേവ് ലൈറ്റിനെ ഒരു വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞു, അതുപോലെ തന്നെ എന്താ ഇന്റർഫിയറൻസ്, അതേപോലെ ഡിഫ്രാക്ഷൻ, ഇതിനെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, അതുപോലെ യങ്സ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് പോളറൈസേഷൻ. ഓക്കെ, നമ്മൾ പോളറോയിഡ്സ് പല ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 3D ക്യാമറാസിൽ, അതുപോലെ തന്നെ പോളറോയിഡ്സിൽ, സൺ ഗ്ലാസസിലൊക്കെ എന്താണ് ഈ പോളറൈസേഷന്റെ ഇമ്പാക്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോർമലി ലഭിക്കുന്ന സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അതായത് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലൈറ്റിന് നമ്മൾ ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ലൈറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, EM റേഡിയേഷൻ ആണ് അല്ലെ. അപ്പം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എല്ലാ പോസിബിൾ ഡയറക്ഷൻസിന് വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റിനെയാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. പോളറൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക, ഈ അൺപോളറൈസ്ഡ് ലൈറ്റിലെ ഒരു പോളറൈസറിലൂടെ കടത്തിവിടുമ്പം. അപ്പൊ എന്താണ് ഈ പോളറൈസർ എന്ന് പറഞ്ഞാൽ ദേ ആർ സർട്ടൻ ക്രിസ്റ്റൽസ്. ഓക്കെ, ചില ക്രിസ്റ്റൽസ് ഉണ്ട്. ഉദാഹരണത്തിന് എന്താണ് ടോർമലിൻ ക്രിസ്റ്റൽ, അതുപോലെ തന്നെ നിക്കോൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അങ്ങനത്തെ പ്രത്യേക ക്രിസ്റ്റൽസിലൂടെ നമ്മൾ ഈ അൺപോളറൈസ്ഡ് ലൈറ്റിനെ കടത്തിവിട്ട് കഴിയുമ്പം എന്താ പറ്റുക, ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ ഡയറക്ഷൻസിലും നേരത്തെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താണ് ചില ഡയറക്ഷൻസിലേക്ക് മാത്രം ചുരുങ്ങും. ഓക്കെ, ചിലതിന് എന്ത് പറ്റും, ഈ ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഡയറക്ഷൻസ് എന്താണ് റെസ്ട്രിക്ട് ചെയ്യും. എന്ത് അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമ്മളൊരു പോളറൈസറിലൂടെ കടത്തിവിടുമ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താന്ന്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതിപ്പോ ലൈറ്റ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പെർപെൻഡിക്കുലർ കോമ്പണന്റ്, പാരലൽ കോമ്പണന്റ് രണ്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, നിങ്ങൾക്കറിയാം ഇങ്ങനെ പാരലൽ ആയിട്ട് കാണുന്നുണ്ട്, ഇതുപോലെ ഒരു ഡോട്ടും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് അത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ മാക്സിമം, അതായത് ഓൾ പോസിബിൾ ഡയറക്ഷൻസിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നതാണ്. ഓക്കെ, അതായത് ഈ ഡോട്ട് നിങ്ങളെ പോയിന്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഓക്കെ, മറ്റേന്ന് പറഞ്ഞാൽ പാരലൽ കോമ്പണന്റ്. ഓക്കെ, അപ്പൊ ഒന്ന് പാരലലും ഒന്ന് പെർപെൻഡിക്കുലർ കോമ്പണന്റും ആയിരിക്കും. അപ്പം ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ നാച്ചുറൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് രണ്ട് കോമ്പണന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്താണ് ഒരു പോളറൈസറിലൂടെ, ഒരു ക്രിസ്റ്റൽ ലൈക്ക് സ്ട്രക്ചേഴ്സിലൂടെ, അതായത് പോളറൈസർ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിലൂടെ കടത്തി വിടുമ്പം എന്താ സംഭവിക്കുക, അത് പോളറൈസ്ഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മളൊരു പോളറൈസറിലൂടെ കടത്തി വിട്ട് കഴിയുമ്പം കോമ്പോണൻസ് സെപ്പറേറ്റ് ആവും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു കമ്പോണന്റും ഡോട്ട് കോമ്പോണന്റ്, ഓക്കെ, ലൈൻ കോമ്പോണന്റ് അത് തന്നെ ഡോട്ട് കോമ്പോണന്റ്, അതായത് ഇവിടെ നമ്മൾ ലൈനും ഡോട്ടും വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഡിഫറെന്റ് വൈബ്രേഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിഫറെന്റ് ഡയറക്ഷൻസിലുള്ള വൈബ്രേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ റെസ്ട്രിക്റ്റഡ് ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്താണ് നമ്മളിനി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയി കഴിഞ്ഞിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ഡയറക്ഷനിൽ, ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, വേവ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു കോമ്പണന്റിനെ മാത്രമേ എന്താണ് ഇനി കടത്തിവിടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതിന് എന്ത് പറ്റും, ഇവിടെയാണെങ്കിൽ ഈ ഡോട്ട് കോമ്പണന്റിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ കോമ്പണന്റിന് മാത്രമായിരിക്കും പിന്നീട് അങ്ങോട്ട് നമുക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ കാണാൻ പറ്റുക. ഓക്കെ, സോ നമ്മൾ എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നമ്മളിപ്പം ഒരു ഫിഗർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇതാണ് നമ്മുടെ പോളറൈസർ. ഓക്കെ, എന്തെങ്കിലും ഒരു ക്രിസ്റ്റൽ. ഓക്കെ, അപ്പൊ എന്താണ് ഈ പോളറൈസറിന് ഒരു പാസ് ആക്സിസ് ഉണ്ടാവും. ഓക്കെ, പാസ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ പാസ് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന കോമ്പണൻസിനെ മാത്രമേ ഈ പോളറൈസർ കടത്തി വിടുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിനും എന്ത് ചെയ്യും, ഇത് അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ നമ്മളൊരു ഇതൊരു ആക്സിസ്. ഓക്കെ, അപ്പൊ അൺപോളറൈസ്ഡ് ലൈറ്റിനെ വരയ്ക്കുകയാണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് ഇത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഡയറക്ഷൻസ് ഒന്നും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് രണ്ട് കോമ്പണന്റും വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് അല്ലെ. അൺപോളറൈസ്ഡ് ലൈറ്റ്, അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സൺലൈറ്റ് ഒക്കെ
അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? പോളറൈസറിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, പോളറൈസറിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ ഇന്റൻസിറ്റി I0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പോളറൈസറിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് പറ്റും? ഇതിന്റെ ഒരു കോമ്പണന്റിന് അല്ലെ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമ്പണന്റിനെ മാത്രം കടത്തിവിടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? പാസ് ആക്സിസിലൂടെ കടന്നു പോകുന്ന പാസ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള കോമ്പണന്റ് മാത്രമേ കടന്നു പോകുള്ളൂ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, നമ്മൾ തിയറി പറയുമ്പോഴാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഒക്കെ വെച്ച് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇതൊരു പോളറൈസർ ആണ്, അതിൻ്റെ കൂടെ ഇതിന്റെ പാരലൽ ആയിട്ടുള്ള കോമ്പണൻസ്, ഇപ്പൊ ഇങ്ങനെയല്ലേ പോളറൈസറിന്റെ പാസ് ആക്സിസ് ഉള്ളത്, അതിന് പാരലൽ ആയിട്ടുള്ള കോമ്പണൻസ് മാത്രം കടന്നു പോകും. അപ്പൊ എന്താണ്? ഈ റെഡ് കോമ്പണന്റ് അല്ലെങ്കിൽ റെഡ് ഇതിൽ കാണിച്ചിരിക്കുന്ന കോമ്പണന്റ് എന്ത് പറ്റും? അതിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ആ കോമ്പണന്റ് കടന്നു പോകത്തില്ല. അപ്പൊ ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റി? ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം, ഒരു പോളറൈസറിലൂടെ കടന്നുപോയി അൺപോളറൈസ്ഡ് ലൈറ്റ് എത്തുമ്പോൾ ഇതിന്റെ ഒരു കോമ്പണന്റിനെ അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ളതായിരിക്കും ഇപ്പുറത്തേക്ക് എത്തുക. അപ്പൊ സപ്പോസ് ഇതിന് I0 ഇന്റൻസിറ്റി ആയിരുന്നു ഉണ്ടത് അല്ലെ, അപ്പൊ അത് I0 ഇന്റൻസിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പോളറൈസറിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ ഒരു കോമ്പണന്റിനെ അബ്സോർബ് ചെയ്തു അല്ലെ. അപ്പൊ I0 ഇന്റൻസിറ്റി ആയിരുന്നെങ്കിൽ പോളറൈസറിലൂടെ കടന്നു പോകുമ്പോഴത്തേനും എന്ത് പറ്റും? ഇന്റൻസിറ്റി നേരെ പകുതിയായിട്ട് കുറയും, I0/2 ആകും അല്ലെ. അപ്പൊ പോളറൈസറിലൂടെ കടന്നു പോയപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്തായി മാറി? പോളറൈസ്ഡ് ലൈറ്റ് ആയി മാറി. അതുപോലെ തന്നെ ഇന്റൻസിറ്റി കുറഞ്ഞു. ഓക്കെ, ഇപ്പൊ പോളറൈസ്ഡ് ആയി. ഇനി എന്ത് സംഭവിക്കും? നമ്മൾ പിന്നെ വേറെ ഒരു ക്രിസ്റ്റലിനെ വെച്ചെന്ന് വിചാരിക്കുക, അതും ഒരു പോളറൈസർ തന്നെയാണ്, പക്ഷെ നമ്മൾ അതിനെ എന്താണ് വേറൊരു പേരിട്ട് വിളിക്കുകയാണ്, അതാണ് അനലൈസർ. ഓക്കെ, അനലൈസർ. അപ്പൊ അനലൈസറിലൂടെ കടന്നു പോകണമെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും? അപ്പൊ നിങ്ങൾക്കറിയാം ഇത് തമ്മിലുള്ള തീറ്റ എന്തായിരിക്കും, അല്ലെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 0 തീറ്റ ഈസ് ഈക്വൽ 0 ആണെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുക? നമുക്കറിയാം ഈ പോളറൈസ്ഡ് ലൈറ്റ് എന്ത് പറ്റുന്നു? പിന്നെ ഇതിനകത്തൂടെ കടന്നു പോകുന്നു. ഇതൊരു അനലൈസർ നമ്മൾ വിളിക്കുക അല്ലെ, ഇല്ലെ P1 P2 എന്ന് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, ഫസ്റ്റ് പോളറൈസർ സെക്കൻഡ് പോളറൈസർ അല്ലെ, ഇല്ലെങ്കിൽ പോളറൈസർ അനലൈസർ, എന്താണെങ്കിലും കുഴപ്പമില്ല. അനലൈസറും എന്താണ്? ഒരു പോളറൈസർ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്ത് പറ്റുന്നു? ഈ പോളറൈസ്ഡ് ലൈറ്റ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇന്റൻസിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് പറ്റും? ഇത് സെയിം ഇന്റൻസിറ്റി തന്നെ ഇപ്പുറത്തേക്ക് എത്തും. കാരണം എന്താണ്? ഈ സെയിം കോമ്പണന്റ് തന്നെ ഇപ്പുറത്തേക്ക് എത്തുന്നത് അല്ലെ, വേറെ ഒരു കോമ്പണന്റും ഇനി എന്താണ് അബ്സോർബ് ചെയ്ത് പോവാനില്ല. ഓക്കെ, അപ്പൊ എന്ത് പറ്റുന്നു? ഇവിടെയും I0/2 സെയിം ഇന്റൻസിറ്റി തന്നെ ഇപ്പുറത്തെത്തും. ഓക്കെ, ഇവിടെ എന്താ കാരണം? ഇതിന്റെ പാരലൽ ആയിട്ടുള്ള കോമ്പണന്റ് മാത്രം കടന്നുപോയി ഇവിടെ എത്തി. ഇവിടെയും ഈ കോമ്പണന്റ് ഫുള്ളായിട്ട് ഇതിലൂടേക്ക് പോകും. കാരണം എന്താ? അബ്സോർബ് ചെയ്യാൻ വേറെ കോമ്പണൻസ് ഒന്നും ഇല്ല. പാസ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള കോമ്പണൻസ് മൊത്തം ഇപ്പുറത്തോട്ടെത്തും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പോളറൈസറിനെയും അതേപോലെ അനലൈസറിനെയും ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാ? ഒരു ലോ പ്രപ്പോസ് ചെയ്ത്. ഓക്കെ, പോളറൈസറിനെയും അനലൈസറിനെയും, അല്ലെങ്കിൽ ഫസ്റ്റ് വെക്കുന്ന പോളറൈസറിനെയും രണ്ടാമത് വെക്കുന്ന പോളറൈസറിനെയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലോ പറയും. ഓക്കെ, ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തമ്മിലുള്ള ഇതെന്താണ്? ഇന്റൻസിറ്റിക്ക് മാറ്റം വന്നില്ല അല്ലെ. അപ്പൊ എന്താണ്? അത് ഒരു ലോ ആയിട്ട് പ്രപ്പോസ് ചെയ്തപ്പോൾ തീറ്റ ഈസ് ബിറ്റ്വീൻ 0 and 90 ഡിഗ്രി, 0യിലും 90 ഡിഗ്രിയിലും വരുമ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന്. ഓക്കെ, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിള് എന്തായിരിക്കും? സെയിം ഇന്റൻസിറ്റി വരണമെങ്കിൽ ഒരു ലോ പ്രകാരമാണ് അവരത് പ്രപ്പോസ് ചെയ്തത്. ആ ലോയുടെ പേരാണ് മാലൂസ് ലോ. ഓക്കെ, സോ പ്ലെയിൻ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളറൈസർ യൂസ് ചെയ്യുന്നത്. അൺപോളറൈസ്ഡ് ലൈറ്റിൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എല്ലാ പോസിബിൾ ഡയറക്ഷൻസിലും വൈബ്രേറ്റ് ചെയ്യും. അതിന് ആ അൺപോളറൈസ്ഡ് ലൈറ്റിനെ നിങ്ങളൊരു പോളറൈസറിലൂടെ കടത്തി വിടുമ്പോൾ ക്രിസ്റ്റൽ പോലെയുള്ള അല്ലെ, ടർമലൈൻ ക്രിസ്റ്റൽ പോലെയുള്ള പോളറൈസറിലൂടെ കടത്തി വിടുമ്പോൾ എന്ത് പറ്റുന്നു? അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ ഒരു ഡയറക്ഷനിൽ മാത്രം റെസ്ട്രിക്ട് ചെയ്യുന്നു, ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യുന്നു? ഈ ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്ത് പറ്റുന്നു? നമുക്ക് അവിടെ ഇന്റൻസിറ്റി കുറയുകയാണ് ചെയ്യുക. പിന്നെ ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഈ രണ്ടാമത്തെ നമ്മൾ പിന്നെ അതിന് വേറെ ഒരു പോളറൈസറിലൂടെ കടത്തി വിടുമ്പോഴാണ് ഈ രണ്ട് പോളറൈസറും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ മാലൂസ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ ബീം ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, ഓക്കെ, അതായത് അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെ ആദ്യം ഒരു പോളറൈസറിലൂടെ കടത്തി വിട്ടാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആക്കി കിട്ടുന്നത്. പിന്നെയും ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെയാണ് നിങ്ങൾ അടുത്ത അനലൈസറിലൂടെ കടത്തിവിടുക. അപ്പൊ ഈ പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിൾ, ഓക്കെ, ഇല്ലെങ്കിൽ ഫസ്റ്റ് പോളറൈസറും സെക്കൻഡ് പോളറൈസർ എന്ന് പറയാം. ഓക്കെ, ഈ അനലൈസറും ഒരു പോളറൈസർ തന്നെയാന്ന് മിസ് പറഞ്ഞു അല്ലെ. ഓക്കെ, അതിന് നമ്മൾ വേറൊരു പേരിട്ട് വിളിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ when a beam of plane polarized light is passed through an analyzer, the intensity of emergent or transmitted light is directly proportional to square of cosine of angle between
പാസ് ആക്സിസ് ഓഫ് പോളറൈസർ ആൻഡ് അനലൈസർ. അപ്പൊ പോളറൈസറിൽ നിന്ന് പുറത്ത് വരുന്ന പോളറൈസ്ഡ് ലൈറ്റിനെ പിന്നെ ഒരു അനലൈസറിലൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ പിന്നെ കിട്ടുന്ന അനലൈസറിലൂടെ പുറത്ത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണ് മാറുന്നതെന്ന്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാ മാറുക? I is equal to I0 cos square theta. Okay, I is equal to I0 cos square theta. അപ്പൊ cos square എന്നാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ, cos തീറ്റയുടെ സ്ക്വയർ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ പോളറൈസർ ആൻഡ് അനലൈസർ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൽ അല്ലേ, ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചേ, ഇന്റൻസിറ്റിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും? ഇപ്പൊ I0/2 ആണെങ്കിൽ നമുക്ക് അനലൈസറിലൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ പിന്നെ I0/2 തന്നെ വരണമെങ്കിൽ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും ഇത് തമ്മിലുള്ള ആംഗിള്? I is equal to I0 cos square theta. അപ്പം എന്തായിരിക്കും ഇത്? ഇപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ cos 0 എന്ന് വെച്ചാൽ എന്താ? 1 ആണ് അല്ലെ. അപ്പൊ എന്ത് പറ്റും? cos സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos square theta is equal to 1. അപ്പൊ നിങ്ങൾക്ക് I is equal to I0 cos square തീറ്റ is equal to 0 ആണ് വരുന്നെങ്കിൽ cos square 1 എന്ന് പറയുമ്പോൾ cos square 0 എന്ന് പറയുമ്പോൾ എന്താണ്? 1 തന്നെ വരും. അപ്പൊ I is equal to I0 വന്നേനെ അല്ലെ. പിന്നെ ഇത് പക്ഷെ ഹാഫ് ആവണമെങ്കിൽ എന്തായിരിക്കും വരിക? നിങ്ങൾ ശ്രദ്ധിച്ചേ, I is equal to I0 cos square theta അല്ലെ. അപ്പം നമുക്കറിയാം കോസ് തീറ്റയുടെ എങ്ങനെയാണ്? സൈൻ വരുമ്പോൾ 0, 1/2, 1/√2, √3/2, 1 അല്ലെ. അപ്പം തിരിച്ചു വരുമ്പോൾ കോസിന്റെ എങ്ങനെയായിരുന്നു? നേരെ തിരിച്ചു 1, √3/2, 1/√2, 1/2, 0 അല്ലെ. 0, 30 ഡിഗ്രി, 40 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ഇത്രയും കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഹാഫ് ആവണമെങ്കിൽ എന്തായിരിക്കും വരിക? തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആയിരിക്കും. ശ്രദ്ധിച്ചേ, I ഈസ് ഈക്വൽ ടു I0 cos square 45 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെ വരും? I0 cos square 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√2 അല്ലെ. അപ്പൊ 1/√2ന്റെ സ്ക്വയർ അല്ലെ. cos square 45 എന്ന് പറയുമ്പോൾ 1/√2ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 1/√2 സ്ക്വയർ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 1/√2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 അല്ലെ. അപ്പൊ I0/2. അപ്പം ഈ ഒരു ഇപ്പം മിസ് വരച്ചിരിക്കുന്ന ഈ ഒരു ആംഗിൾ അല്ലെ, ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിള് 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം 45 ഡിഗ്രി ആംഗിൾ വെക്കുമ്പോഴാണ് ഇന്റൻസിറ്റി എന്താണ്? ഇവിടെ ഇപ്പൊ I0/2 ആയിരുന്നു, I0/2 തന്നെ ആയി. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇപ്പൊ ഇവിടെ ഞാൻ I-യും I0 എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഇതിന്റെ ഇന്റൻസിറ്റി തന്നെയാണ്. ഇതിന്റെ ഇന്റൻസിറ്റി വരണമെങ്കിൽ എത്രയായിരിക്കണം ആംഗിൾ? തീറ്റ ഈസ് ഈക്വൽ ടു 0 വരുമ്പോഴാണ്. ഓക്കെ, സോ സെയിം ഇന്റൻസിറ്റിയിൽ ആണ് നമുക്ക് പോളറൈസറിൽ നിന്ന് വരുന്ന ലൈറ്റും അനലൈസറിൽ നിന്ന് വരുന്ന ലൈറ്റും കിട്ടണമെങ്കിൽ തീറ്റ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് I0/2 ഇവിടെ I0/2 തന്നെ കിട്ടിയത് അല്ലെ. കാരണം പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 വന്നപ്പം. ഓക്കെ, അപ്പോഴാണ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് മാറാതെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത കേസ് എടുത്തു. എന്തായിരുന്നു നമ്മൾ അടുത്ത കേസ് എടുക്കുന്നത്? ഇപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു 45 ആണെന്ന് വിചാരിക്കുക. പോളറൈസറും അനലൈസറും, അതായത് പോളറൈസറിൽ നിന്ന് പുറത്തു വരുന്ന പോളറൈസ് ലൈറ്റ് നമ്മൾ അനലൈസറിലൂടെ കടത്തി വിട്ട് കഴിയുമ്പം അതിന്റെ അപ്പുറത്ത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ സപ്പോസ് പോളറൈസറും അനലൈസറും 45 ഡിഗ്രി ആംഗിൾ ആണ് വെക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്റൻസിറ്റി നേർ പകുതിയായിട്ട് കുറയും. ഓക്കെ, I is equal to I0/2 ആവും. ഓക്കെ, അപ്പൊ I0 എന്ന് പറയുന്നത് എന്തായിരിക്കും? പോളറൈസ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആയിരിക്കും. അത് അനലൈസറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്ന ഇതായിരിക്കും ഇന്റൻസിറ്റി ആയിരിക്കും I. ഓക്കെ, സോ ഇന്റൻസിറ്റി ഹാഫ് ആവണമെങ്കിൽ പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇന്റൻസിറ്റി എപ്പോഴെങ്കിലും 0 ആവണമെന്ന് നമുക്ക് നോക്കാലോ. എങ്ങനെയായിരിക്കും അത്? ഇപ്പൊ നമുക്ക് ഇത് പോളറൈസർ. ഓക്കെ, അപ്പൊ നമ്മള് എപ്പോഴാണ് ഇന്റൻസിറ്റി ഹാഫ് ആവുന്നതെന്ന് പറഞ്ഞല്ലേ? പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രി ആകുമ്പോൾ. നിങ്ങൾ ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചേ, ഇത് പോളറൈസർ ആണ്, ഇത് അനലൈസർ ആണ്. അപ്പൊ നമ്മൾ 90 ഡിഗ്രിയിലാണ് പോളറൈസറിനെ അനലൈസറിലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും അനലൈസറിൽ പുറത്ത് വരുമ്പോൾ ഒരു ലൈറ്റ് ഉണ്ടാവില്ല. അപ്പം തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം I is equal to I0 cos square theta. അതാണ് മാലൂസ് ലോ അല്ലെ. അപ്പൊ എന്താണ്? അനലൈസറും പോളറൈസറും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? I0 ലൈറ്റ് ആണ് പോളറൈസറിൽ നിന്ന് പുറത്ത് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെയാണ് ഫൈനലി കിട്ടുന്ന ലൈറ്റ് ആണ് I എന്ന് വിചാരിക്കുക. I0 ഇനീഷ്യലി ഉണ്ടായിരുന്ന ഇന്റൻസിറ്റി അല്ലെ. അപ്പം I0
ഇപ്പം എത്രയാണ് ആംഗിള്? cos സ്ക്വയർ 90 ഡിഗ്രി. നമുക്കറിയാം cos 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലേ? അപ്പൊ എന്ത് പറ്റും? I is equal to cos സ്ക്വയർ 90 ചെയ്യുമ്പോൾ 0 എന്ന് വരും. അപ്പം ഫൈനൽ ഇന്റൻസിറ്റി എത്ര വരും? ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് കമ്മിങ് ഫ്രം അനലൈസർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ തീറ്റ 0 തൊട്ട് 90 ഡിഗ്രി വരെ എങ്ങനെയാണ് ഫൈനലി അനലൈസറിൽ നിന്ന് പുറത്തു വരുന്ന എമേർജിങ് ലൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിളിന്റെ കോസ് സ്ക്വയർ തീറ്റയെ ബേസ് ചെയ്തായിരിക്കും അല്ലെ. ആ തീറ്റ ആംഗിളിന്റെ കോസ് തീറ്റ ആംഗിളിന്റെ സ്ക്വയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ ഇന്റൻസിറ്റി ഇനീഷ്യൽ ഇന്റൻസിറ്റിയെ വെച്ച് എങ്ങനെയാണ് വേരി ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ എന്തായിരിക്കും? തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആകുമ്പോൾ ഇന്റൻസിറ്റി പകുതിയാവും. തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? ഇന്റൻസിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല. 90 ഡിഗ്രി ആണെങ്കിൽ ലൈറ്റേ പുറത്ത് വരില്ല അല്ലെ, ലൈറ്റിന്റെ ഫുൾ ഇന്റൻസിറ്റി പോകും. സോ മാലൂസ് ലോ ഈ പോളറൈസറിന്റെയും അനലൈസറിന്റെയും തമ്മിലുള്ള ആംഗിളിനെ ബേസ് ചെയ്താണ് ഫൈനലി എമേർജ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്താണെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ പോളറൈസേഷന് പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കറിയാം നോർമലി നമുക്കറിയാം ഇത് നമ്മൾ ഈ ഒരു ഇതിനകത്ത് പറഞ്ഞു അല്ലെ, സ്ക്വയർ ഓഫ് കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ പാസ് ആക്സിസ് ഓഫ് പോളറൈസർ ആൻഡ് അനലൈസർ. ഓക്കെ, അപ്പൊ പോളറൈസറും അനലൈസറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ ബേസ് ചെയ്താണ് ഫൈനൽ ഇന്റൻസിറ്റി എന്ന് പറയാ. അപ്പൊ അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. തീറ്റ രണ്ട് പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിള് ഡിഫറൻസ് ഒന്നുമില്ല, അതായത് സെയിം ഇതിലാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താണ്? ഇന്റൻസിറ്റിയിൽ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ അത് ഇന്റൻസിറ്റിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. I0/2 ആണ് പോളറൈസറിൽ നിന്ന് വരുന്ന ഇന്റൻസിറ്റി എങ്കിൽ അനലൈസറിൽ വരുന്ന സെയിം ഇന്റൻസിറ്റി I0/2. ഓക്കെ, അപ്പം സെയിം ഇന്റൻസിറ്റിയിലോട്ട് വരണമെങ്കിൽ എന്തായിരിക്കും? ഇവ തമ്മിലുള്ള ആംഗിൾ, പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? സെയിം വരണമെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഇന്റൻസിറ്റി I0 ആയിരുന്നെങ്കിൽ ഇവിടെ ഇന്റൻസിറ്റി I0 ആവണം. ഇവിടെ ഇന്റൻസിറ്റി I0/2 ആണെങ്കിൽ ഇവിടെ ഇന്റൻസിറ്റി I0/2 ആവണം. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു 0 ആവുമ്പം. അതേസമയം ഇവിടെ ശ്രദ്ധിച്ചേ, ഇന്റൻസിറ്റി I0/2 ആയിരുന്നു പോളറൈസറിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ്. പക്ഷെ അത് അനലൈസറിലൂടെ കടന്നു കഴിയുമ്പോൾ ഇന്റൻസിറ്റി 0 ഇന്റൻസിറ്റിയിലോട്ട് മാറി അല്ലേ. ഇന്റൻസിറ്റി എന്താ പറ്റി? നോ ലൈറ്റിലേക്ക് മാറി. അപ്പൊ അങ്ങനെ വരുന്ന എന്താണ്? ലൈറ്റേ പുറത്ത് വരുന്നില്ലെങ്കിൽ അത് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പോളറൈസേഷൻ. ഇത് അപ്പൊ എന്താണ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നുണ്ട്? ഏത് പ്ലെയിനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുക. ഓക്കെ, സോ എന്തൊക്കെയാണ് പോളറോയിഡ്സിന്റെ ആപ്ലിക്കേഷൻസ്? സൺ ഗ്ലാസസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിൻഡോ പെയിൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 3D മൂവീസ്, ക്യാമറ, ഇതിലൊക്കെ നമുക്ക് എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് പോളറൈസേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്യാം. അൺപോളറൈസ്ഡ് ലൈറ്റ് പാസ് ത്രൂ 2 പോളറോയിഡ്സ്. അപ്പം 2 പോളറോയിഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നിനെ നമ്മൾ പോളറൈസർ എന്നും രണ്ടിനെ തന്നെ നമ്മൾ അനലൈസർ എന്നായിരിക്കും വിളിക്കുക. ഇല്ലെങ്കിൽ P1 P2 എന്ന് വിളിക്കാൻ കുഴപ്പമില്ല. The axis of one Polaroid is vertical and other is 60 degree to this vertical. Okay, അപ്പോൾ പോളറൈസറും ഫസ്റ്റ് പോളറോയിഡും സെക്കൻഡ് പോളറോയിഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. സോ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ്? ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫൈനൽ അനലൈസറിൽ നിന്ന് പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ പോളറോയിഡിൽ നിന്ന് പുറത്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ് നമ്മുടെ ഇത്? മാലൂസ് ലോ അല്ലെ. I is equal to I0 cos സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും മക്കളെ? നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആദ്യം വരുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് അല്ലെ. അപ്പൊ അൺപോളറൈസ്ഡ് ലൈറ്റ് ഫസ്റ്റ് പോളറോയിഡിലൂടെ കടന്നു പോകുന്നു. അപ്പൊ അൺപോളറൈസ്ഡിന്റെ ലൈറ്റ്, ഓക്കെ, അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമ്മൾ I എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ലെറ്റ് I be the intensity of the incident light. അപ്പൊ ഇൻസിഡന്റ് ലൈറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻസിഡന്റ് ലൈറ്റ് അൺപോളറൈസ്ഡ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി I ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇതൊരു പോളറൈസർ ഫസ്റ്റ് പോളറോയിഡ് ആണ് അല്ലെ, അതിന് P1 എന്ന് വിളിച്ചു. ഓക്കെ, P1 എന്ന് നമ്മൾ വിളിച്ചു. ഓക്കെ, അപ്പൊ അത് നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് വരുന്നെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. അതിന്റെ ഇന്റൻസിറ്റി എത്രയായിരുന്നു? I1 ആണെന്ന് വിചാരിക്കുക. I1 ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് അൺപോളറൈസ്ഡ് ആണ്. അൺപോളറൈസ്ഡ് ലൈറ്റിനെ എന്താ ഒരു ഫസ്റ്റ് പോളറൈസറിലൂടെ കടത്തി വിടുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് പോളറോയിഡിലൂടെ കടത്തി വിടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്കറിയാം അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു പോളറോയിഡിലൂടെ കടത്തി വിട്ടാൽ, ഇൻസിഡന്റ് ലൈറ്റ് അൺപോളറൈസ്ഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു പോളറൈസറിലൂടെ കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഒരു കോമ്പണന്റിനെ അബ്സോർബ് ചെയ്യും അല്ലെ, ബാക്കിയുള്ളതിനെ മാത്രമേ കടത്തി വിടുള്ളൂ. അപ്പൊ ഇന്റൻസിറ്റി സ്വാഭാവികമായിട്ടും എന്താവും? ഇന്റൻസിറ്റി കുറയും അല്ലെ. അപ്പം എമേർജ് ചെയ്യുന്ന ഫസ്റ്റ് പോളറോയിഡിൽ നിന്ന് എമേർജ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ എന്താണ് പറയാ?
അതിനെ നമുക്ക് ഏതിൽ ഇതിട്ട് വിളിക്കാം, I0 എന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് I0 ആണ് ഫസ്റ്റ് പോളറോയിഡിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ് അല്ലേ. അപ്പൊ അതിനെന്താണ്, അത് I0. അതിനെ അതും ഫസ്റ്റ് I1 തമ്മിലുള്ള ബന്ധമായിരിക്കും, ഇതിന്റെ നേർ പകുതി ആയിരിക്കും അല്ലെ. I1ന്റെ നേർ പകുതി ആയിരിക്കും നമുക്ക് പോളറോയിഡിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ്. അപ്പൊ എന്താണ്, ഒരു കോമ്പണന്റ് ഉണ്ടാവുള്ളൂ, ഒരു കോമ്പണന്റിനെ അബ്സോർബ് ചെയ്തു അല്ലെ. അപ്പം പോളറോയിഡിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റിനെ നമ്മൾ I0 എന്ന് വിളിക്കുകയാണെങ്കിൽ അതും I1 തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും, I0 is equal to I1/2. അതായത് ഇന്റൻസിറ്റി നേർ പകുതിയായി കുറഞ്ഞു അല്ലെ. അപ്പം അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു പോളറോയിഡിലൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ അതിന്റെ ഒരു കോമ്പണന്റ് അബ്സോർബ് ആയി പോകുന്നു, അതുകൊണ്ട് തന്നെ ഇന്റൻസിറ്റി ഹാഫ് ആയിരുന്നു. സോ I0 is equal to I1/2. I1 എന്ന് പറഞ്ഞാൽ അൺപോളറൈസ്ഡ് ലൈറ്റ്. അൺപോളറൈസ്ഡ് ലൈറ്റ് പോളറോയിഡിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് കിട്ടുന്ന ലൈറ്റ്, അതിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റിനെയാണ് നമ്മൾ I0 എന്ന് വിളിച്ചത്. ഇൻസിഡന്റ് ലൈറ്റിനെ I1 എന്ന് വിളിച്ചു. സോ I0 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലൈറ്റ്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എമർജിങ് ഫ്രം ദ ഫസ്റ്റ് പോളറൈഡ്, അതിനെയാണ് I0 എന്ന് വിളിച്ചത്. സോ I0 is equal to I1/2 ആണ് നമുക്ക് കിട്ടി. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ദി ഫസ്റ്റ് പോളറൈഡ് ഇല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ദി അൺപോളറൈസ്ഡ് ലൈറ്റ് അല്ലെ. ഇൻസിഡന്റ് ലൈറ്റിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്, I1. അപ്പം നമുക്ക് ഫൈനലി പോളറോയിഡിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റിനെ നമ്മൾ I0 എന്ന് വിളിച്ചു. സോ I0 is equal to I1/2 എന്ന് കിട്ടി അല്ലെ. ഇനി മാലൂസ് ലോ അപ്ലൈ ചെയ്യാം. മാലൂസ് ലോ, ഓക്കെ, മാലൂസ് ലോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് നേരത്തെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, നമുക്ക് കിട്ടി ഇവിടെ പോളറൈസറിൽ ഫസ്റ്റ് പോളറോയിഡിൽ നിന്ന് പുറത്ത് വരുന്ന I0 എങ്ങനെയാണ്, I1/2 ആണ്. ഇതിനെ നമ്മൾ പിന്നെ എന്താണ് വേറൊരു ഇതിലൂടെ കടത്തിവിടാൻ പോവാണ് അല്ലെ. നമ്മുടെ അടുത്ത സെക്കൻഡ് പോളറോയിഡിലൂടെ കടത്തിവിടാൻ പോവാണ്. ഓക്കെ, P2 കടത്തിവിടുവാണ്. അപ്പൊ ഇതിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഇതിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ നമുക്ക് ചെയ്യണ്ടേ, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പോളറോയിഡും സെക്കൻഡ് പോളറോയിഡും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റ അതെന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് പോളറോയിഡിൽ ഇൻസിഡന്റ് ആയിട്ടിരിക്കുന്ന ലൈറ്റ് I1 എന്ന് വിളിച്ചു. അത് പോളറൈസറിലൂടെ പാസ് ചെയ്ത് ഫസ്റ്റ് പോളറോയിഡിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇന്റൻസിറ്റി ഹാഫ് ആവും അല്ലെ. അപ്പൊ ഇവിടുന്ന് എമർജ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ I0 എന്ന് വിളിച്ചു, കാരണം I is equal to I0 cos square theta അല്ലെ. ഫൈനലി കിട്ടുന്ന ലൈറ്റിനെയാണ് നമ്മൾ I എന്ന് വിളിക്കുക. അപ്പം I1 പിന്നീട് I0 I1 തമ്മിൽ എന്താണ് ബന്ധം, നേരെ ഹാഫ് ആവും അല്ലെ. ഇതിന്റെ നേർ പകുതി ഇന്റൻസിറ്റി ഇവിടെ വരുമ്പോൾ ഉണ്ടാവുള്ളൂ. ഇനി ഈ പോളറോയിഡിൽ നിന്ന് കിട്ടുന്ന ലൈറ്റിനെ നമ്മൾ I0 എന്ന് വിളിച്ചു. അപ്പൊ ഫൈനലി നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ I എന്ന് വിളിക്കുക. ഫൈനലി രണ്ടാമത്തെ പോളറോയിഡിൽ നിന്ന് പുറത്ത് വരുന്ന ആളാണ് എന്താ, ഇന്റൻസിറ്റി ഓഫ് ദ ഫൈനൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റ്, രണ്ടാമത്തെ പോളറോയിഡിൽ നിന്ന് വരുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതെന്ത് ചെയ്യുക, ഫസ്റ്റ് പോളറോയിഡും സെക്കൻഡ് പോളറോയിഡും തമ്മിലുള്ള ആംഗിൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് I-യും I0യും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, ഓക്കെ, I is equal to I0 cos square theta. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം ഫൈനൽ കിട്ടുന്ന I is equal to I0 cos square theta, അതായത് cos square theta 60 ആണ്. cos 60 എന്ന് പറഞ്ഞാൽ എത്രയാ, cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലെ. അപ്പൊ cos square 60 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, cos square 1/4 വരും അല്ലെ. പിന്നെ നമുക്കറിയാം I0 എന്താ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ, I0 is equal to I1/2 അല്ലെ. അതായത് ഫസ്റ്റ് പോളറോയിഡിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റിനെയാണ് I0 എന്ന് വിളിച്ചത്. അതും ഇൻസിഡന്റ് ലൈറ്റ് ആയിട്ടുള്ള I1 നമ്മളുടെ റിലേഷൻ എന്തായിരുന്നു, I0 is equal to I1/2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I0 is equal to I1/2 into 1/2 square വരും അല്ലെ, 1/2 square. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, I is equal to I1/2 into 1/4, ഇല്ലെങ്കിൽ എന്ത് കിട്ടും, I is equal to I1/8. അതായത് ഫൈനലി നമുക്ക് കിട്ടുന്ന ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്തായിരിക്കും, ഫൈനലി നമുക്ക് സെക്കൻഡ് പോളറോയിഡിൽ നിന്ന് പുറത്ത് വരുന്ന I ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ്, അതും ഫസ്റ്റ് നമുക്ക് ആദ്യമുള്ള I1 ഇന്റൻസിറ്റി ഉള്ള ലൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്, I is equal to I1/8. സോ ശ്രദ്ധിച്ച മക്കളെ, നമുക്ക് ഫൈനലി സെക്കൻഡ് പോളറോയിഡിൽ നിന്ന് പുറത്ത് വരുന്ന ആളാരാണ്, I അല്ലേ. ആ I-യും അതുപോലെ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് I1ഉം തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, ആദ്യം ഇനീഷ്യലി ഇൻസിഡന്റ് ആയ I1ൽ നിന്ന് അതിന്റെ 8 ടൈംസ് കുറവായിരിക്കും, I1/8. ഓക്കെ, അത്രയും കുറവുള്ള ഇന്റൻസിറ്റി ആയിരിക്കും നമുക്ക് ഫൈനലി കിട്ടുക. സോ ഫൈനലി കിട്ടുന്ന ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ളതിന്റെ ഡിവൈഡഡ് ബൈ 8, അത്രയും ഇന്റൻസിറ്റിയിലേ നമുക്ക് ഫൈനലി കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് തീറ്റയുടെ വാല്യൂസ് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കറക്റ്റ് ആയിട്ട് മാലൂസ് ലോ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആംഗിൾ എന്താണെന്ന് മാർക്ക് ചെയ്യുക, നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഫൈനലി ആക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം.
അപ്പം മറ്റൊരു ചാപ്റ്ററായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സോ സീ യു ദെൻ. ബൈ.